പാലക്കാട് നിന്ന് ജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ കസറിക്കേറുകയാണ്. എന്തു പറയാനാ, മിന്നൽ പിണറായി എന്ന് പറഞ്ഞതുപോലെ രാഹുൽ പാലക്കാടിൻ്റെ മിന്നൽ പിണർ തന്നെയാണ്. ഇപ്പോൾ ഈ ദിവസം, അതായത് ഇന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് രാഹുൽ ഒരു പ്രസംഗം നടത്തി. മിസ്റ്റർ പിണറായി അല്ലെങ്കിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അങ്ങനെ പല ആവർത്തി വിളിച്ചപ്പോഴാണല്ലോ മുഖ്യമന്ത്രിക്ക് കലി കയറിയത്. വി ഡി സതീശൻ ചെന്നിത്തലയെ സഹായിക്കാനൊക്കെ എത്തി. എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചില്ലല്ലോ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണല്ലോ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞു നോക്കി. അത് ഇന്നലത്തെ കഥ. ഇന്ന് രാഹുൽ പറഞ്ഞതിൽ കഴമ്പുണ്ട്. രാഹുൽ ആശാ വർക്കർമാരുടെ സമരത്തെയാണ് പിന്താങ്ങി എണീറ്റ് നിന്ന് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി തേടിയത്. വീണ ജോർജിനോട് പറഞ്ഞു, വീണ ജോർജെ, നിങ്ങൾ പാതിരാത്രിയിലും കൊച്ചു വെളുപ്പാങ്കാലത്തുമൊക്കെ വോട്ട് തേടി ഈ സാധുക്കളായ ജനങ്ങളുടെ വീടുകളിൽ പോയിട്ടില്ലേ? ഞാനും പോയിട്ടുണ്ട്, പലപ്പോഴും വോട്ട് തേടി പോയിട്ടുണ്ട്. നേതാക്കൾക്ക് വോട്ട് തേടിയും സ്വയം മത്സരിക്കാൻ എന്ന വോട്ട് തേടി പലപ്പോഴും രാത്രികാലങ്ങളിലും സമയം നോക്കാതെയൊക്കെ വീടാന്തരം കയറി വോട്ട് തേടിയിട്ടുണ്ട്. എന്നിട്ട് ആ സാധുക്കൾ ഒരാവശ്യം ചോദിച്ച് നിങ്ങളുടെ പടിക്കലെത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പടിക്കലെത്തുമ്പോൾ നമ്മൾ പറയുന്നു ഓഫീസ് സമയത്ത് ഓഫീസിലെത്തൂ എന്ന് പറഞ്ഞാൽ എന്താകും സ്ഥിതി? അത് മോശമല്ലേ? ആശമാരുടെ സമരത്തിൽ സമരക്കാർ ആവശ്യങ്ങളുമായി നിങ്ങളുടെ വീട്ടുപടിക്കലെത്തിയപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഓഫീസിൽ വരൂ, ഓഫീസ് സമയത്ത് വരൂ എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച് വിട്ടില്ലേ എന്ന് വീണ ജോർജിനെ നോക്കി പറഞ്ഞു. വളരെ ശക്തമായ ആർഗ്യുമെൻ്റ് ആയിരുന്നു അത്. വീണ ജോർജ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ വരാം. അടുത്ത് പറഞ്ഞു, നിങ്ങൾ പറയുന്നു ഏറ്റവും കൂടുതൽ ഓണറേറിയം കിട്ടുന്നത് കേരളത്തിലാണെന്ന്, 7000 രൂപ. കോവിഡ് കാലത്ത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആശാ വർക്കർമാർ അവരുടെ ജീവൻ പണയം വെച്ച് കേരളത്തിൽ സേവനമനുഷ്ഠിച്ചു. അവരവരുടെ കുടുംബം പണയപ്പെടുത്തി, ജീവൻ പണയപ്പെടുത്തിയാണ് സേവനമനുഷ്ഠിച്ചത്. അവർക്ക് 7000 രൂപ കിട്ടുന്നു. എല്ലാ ആനുകൂല്യങ്ങളും കൂടി 13200 രൂപ കിട്ടുന്നു എന്ന് പറയുന്നു. അത് ഏറിയാൽ 10,000-ന് താഴെ ആളുകൾക്ക് മാത്രമാണ് ഈ 10,000-ലധികം രൂപയൊക്കെ കിട്ടുന്നത്. ബാക്കിയുള്ളവർക്ക് 7000 പോലും ലഭിക്കുന്നില്ല. അവർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്നു. അവരെ ഒന്ന് പോയി നോക്കാൻ, അവരോടൊന്ന് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഇതുവരെ സമയം കിട്ടിയില്ലേ? അതിന് പകരം നിങ്ങളുടെ നേതാക്കൾ എന്ത് പറയുന്നു? കളിയാക്കുന്നു. ഈർക്കിലി പാർട്ടി, ബക്കറ്റ് പിരിവുകാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അവർക്ക് പിന്നിൽ ഭീകരവാദികൾ ഉണ്ടെന്ന് പോലും നിങ്ങൾ ആക്ഷേപിക്കുന്നു. ബക്കറ്റ് പിരിവ് നിങ്ങൾക്ക് പുച്ഛമായി പോയതെന്നാണ്. അതും ഒരു ചോദ്യമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കുറുക്കി കൊള്ളുന്ന സംഭാഷണങ്ങൾ. അടുത്ത് ചോദിച്ചു, നിങ്ങൾ പറയുന്നു ആശാ വർക്കർമാർ സമരം നടത്തേണ്ടത് AG's ഓഫീസിന് മുന്നിലാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ആഫീസുകൾക്ക് മുന്നിലാണ് ഇവർ സമരം നടത്തേണ്ടതെന്ന് നിങ്ങൾ ആക്രോശിക്കുന്നു. പശ്ചിമ ബംഗാളിൽ എന്താണ് സ്ഥിതി? എന്നാൽ പിന്നെ CITUകാർ പശ്ചിമ ബംഗാളിലും കേന്ദ്ര സർക്കാരിൻ്റെ ആഫീസുകളല്ലേ തടയേണ്ടത്? അവിടെ പോയി മമതാ ബാനർജിയുടെ ആഫീസുകൾ തടയുന്നത് എന്തിന്? അവിടെ ആശാ വർക്കർമാർക്ക് 26,000 രൂപ ഓണറേറിയമാക്കണമെന്നാവശ്യപ്പെട്ട് CITU സമരം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ ആഫീസുകളുടെ മുന്നിലല്ലേ? അവിടെ CITU അല്ലേ സമരം ചെയ്യുന്നത്? ഇവിടെ എന്താ CITUവിൻ്റെ ഇളമരം കരീമിന് ഇവരെ കാണുമ്പോൾ ഈർക്കിലി പാർട്ടി എന്ന് പുച്ഛിക്കാൻ കാരണം? ഇവിടെ എന്താ കുഴപ്പം? ഇത് ഇരട്ടത്താപ്പല്ലേ? ഇങ്ങനെ 3-4 ചോദ്യങ്ങൾ, തീർന്നില്ലേ കഥ? വീണയ്ക്ക് കലിപ്പിളകി. വീണ എണീറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾ പാലക്കാട് നിന്നുള്ള MLA ആയ മിസ്റ്റർ രാഹുൽ, നിങ്ങൾ SUCയുടെ മിനിയെ പോലെ സംസാരിക്കുന്നു. അവരുടെ നാക്കായി മാറുകയാണ് നിങ്ങൾ. ആ നേതാവ്, SUCയുടെ നേതാവ് പറഞ്ഞ അതേ വാക്കുകൾ, അതേ കള്ളം നിങ്ങൾ ആവർത്തിക്കുന്നു. നിങ്ങൾക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വീണ പറഞ്ഞത്. രാഹുൽ പേടിച്ചു. വീണയുടെ ആ വാക്ക് കേട്ട് പാവം രാഹുൽ പേടിച്ച് അടിയന്തര പ്രമേയം അവിടെ നിന്ന് വാക്കൗട്ട് നടത്തിക്കളഞ്ഞു. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളല്ലെങ്കിൽ നിയമസഭ ഇന്നത്തെ ടെലിവിഷൻ നിങ്ങൾ ലൈവൊക്കെ കേട്ട് നോക്കൂ. ഈ 3-4 ഡയലോഗ് അടിച്ചിട്ട് രാഹുലിനെ വീണ ഒറ്റ വാക്ക്, നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാഹുലും പ്രതിപക്ഷവും ഒക്കെ അവിടെ നിന്ന് വാക്കൗട്ട് ഇറങ്ങിപ്പോക്കളഞ്ഞു. പേടിച്ചു പോയി. സത്യമാണ്. ഈ സർക്കാരിനോട് ഒന്നേ പറയാനുള്ളൂ, നാണക്കേടാണ്. നാണം കെട്ടിരിക്കുകയാണ് ജനങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ കൊണ്ട് ഒരു തവണ കൂടി ഒരുപക്ഷെ വിജയിപ്പിക്കണമെന്ന ആഗ്രഹം ഉള്ളിലൊതുക്കിയിരിക്കുന്ന ജനങ്ങൾ പോലും ഇപ്പോൾ ഈ സർക്കാരിനെ ഓർത്ത് നാണക്കേട് കരുതുകയാണ്. കാരണം അവരോടൊന്ന് അനുഭാവപൂർവ്വം സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരെ എന്തിനിങ്ങനെ അധിക്ഷേപിക്കണം? 23 ദിവസമായി വെയിലും മഴയും കൊണ്ട് കിടക്കുകയാണ് അമ്മമാർ. അവരുടെ കുടുംബങ്ങളില്ലേ? ഇത്രയും ആളുകളില്ലേ? അവരുടെ ബന്ധുക്കളില്ലേ? ബന്ധുമിത്രാദികളില്ലേ? എത്രമാത്രം വോട്ടുകളാണ്? സ്ത്രീകളാണ്, കുട്ടികളാണ് അവരുടെ വോട്ടുകൾ, അവരുടെ ബന്ധുമിത്രാദികൾ. അവരുടെ പാർട്ടി നോക്കിയല്ല, അവരോടൊന്ന് സംവദിക്കണ്ടേ? നിങ്ങൾ പറയുന്നു UDF നിങ്ങൾക്ക് 1000 തന്നോളൂ, ഞങ്ങൾ 7000 ആക്കി തന്നു. ഇതൊന്നും കഥയല്ല. അവരുടെ അടുത്തൊന്ന് നന്നായി സംസാരിക്കണ്ടേ? അവരെ ഇങ്ങനെ ഭീകരവാദികളെന്നും ഈർക്കിലി പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ അപമാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കും? ഇത് കൊടുങ്കാറ്റായി മാറില്ലേ? ഇതിപ്പോൾ നിങ്ങൾ കരുതും ചെറിയ ഞാഞ്ഞൂല് പാർട്ടി എന്നൊക്കെ. ഇലക്ഷൻ സമയത്ത് ഇതൊക്കെ വലിയ കൊടുങ്കാറ്റായി മാറില്ലേ? നിങ്ങൾ ഇതെന്ത് തിരിച്ചറിയാതെ പോകുന്നത്? നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണോ?
അങ്ങനെയാണോ പേടിപ്പിക്കേണ്ടത്? അങ്ങനെയാണോ വീണ ജോർജൊക്കെ സംസാരിക്കേണ്ടത്? കാര്യം പറയണ്ടേ? അല്ല, കഴിഞ്ഞ 15-ാം തീയതി അവരുടെ വിശദമായി സംസാരിച്ചുവെങ്കിൽ പിന്നെ വീണ്ടും എന്തിനാണ് അവർ സമരം ചെയ്യുന്നത്? ബദൽ സമരം CI2 നടത്തുന്നത് എന്തിനാണ്? എല്ലാവരെയും വിളിച്ചിരുത്തി ഒരു മേശക്കിരുന്ന് സംസാരിച്ച് തീർത്താൽ പോരെ? ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരെ? സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങളുടെ നേതാക്കൾ വരൂ, നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് കേന്ദ്രത്തിന് നിവേദനം കൊടുക്കാം, ചർച്ച ചെയ്യാം, ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ പോരെ? അവരുടെ സമരം നടത്തുമ്പോൾ തന്നെ കേന്ദ്രം പ്രഖ്യാപിച്ച അതിനേക്കാൾ എത്ര ലക്ഷക്കണക്കിന് 1,60,000 രൂപ PSC അംഗങ്ങൾക്ക് നിങ്ങൾ കൂട്ടിക്കൊടുത്തില്ലേ? ധനകാര്യ വകുപ്പ് എതിർത്തപ്പോൾ എതിർപ്പ് പേപ്പറിൽ എഴുതി തരൂ എന്ന് മുഖ്യമന്ത്രി ശാസിച്ചില്ലേ ധനകാര്യ വകുപ്പിനെ? എന്നിട്ടല്ലേ കൂട്ടിക്കൊടുത്തത്? ഇതൊക്കെ ജനം കാണുന്നുണ്ടല്ലോ, വായിക്കുന്നുണ്ടല്ലോ. ഇത് നാണക്കേടാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ അടയാളപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നിയമസഭയിൽ മാത്രമല്ല ജനങ്ങളുടെ ഇടയിലും രാഹുലിൻ്റെ പ്രസംഗങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവ് കോൺഗ്രസിന് മുതൽക്കൂട്ടാകുമെന്ന് ജനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കയ്യടി വാങ്ങുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. വഴി പിഴച്ചു പോയില്ലെങ്കിൽ, VD സതീശനൊപ്പമൊക്കെ ചേർന്ന് വഴി പിഴച്ചു പോയില്ലെങ്കിൽ ഭാവിയിൽ PC വിഷ്ണുനാഥിനെ പോലെയൊക്കെ ഭാവിക്ക് ഒരു വാഗ്ദാനമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ.